പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയതോടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രം മതി. ഇന്ന് പുലർച്ചെയാണ് രാജ്യസഭയും ബില്ല് പാസാക്കിയത്. 128 പേർ ബില്ലിനെ അനുകൂലിച്ചും 95 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഇടത് ലീഗ് അംഗങ്ങളുടെ ഭേദഗതികൾ ശബ്ദവോട്ടോടെ തള്ളിയിരുന്നു. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പകുതി കടമ്പ കടന്നു. ഇനിയിപ്പോൾ രാഷ്ട്രപതിയുടെ ഒരു അംഗീകാരം വേണം. കഴിഞ്ഞ ദിവസം വളരെ ചൂടേറിയ ചർച്ചകളൊക്കെ രാജ്യസഭയിൽ കണ്ടു. ലോക്സഭയിലും സമാനമായ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ 8 മണിക്കൂറിലേറെ നടന്ന ചർച്ചകൾക്ക് ശേഷം അത് ഒരു നിയമത്തിലേക്കുള്ള പാതയിലാണല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മിൻ, ക്രിസ്റ്റീന. തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ലോക്സഭയിലെ കടമ്പ കടന്നു. ഇപ്പോൾ ഇതാ രാജ്യസഭയിലും ആ കടമ്പ കടന്നിരിക്കുന്നു. ഇനിയുള്ളത് മറ്റു ചില പ്രൊസീജിയറുകളാണ്. അത് സ്വാഭാവിക നടപടിയാണ്. ഇനി രാഷ്ട്രപതിക്ക് ഇത് അയക്കും. രാഷ്ട്രപതി ഈ ബില്ലിന്മേൽ ഒപ്പുവെക്കുന്നതോടുകൂടി വഖഫ് നിയമ ഭേദഗതി ബില്ല് പിന്നീട് നിയമമായി മാറും. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയായിരുന്നു രാജ്യസഭയിലും നടന്നിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ ഏതാണ്ട് 2 മണിവരെ ആ ചർച്ചകൾ നീണ്ടു എന്നുള്ളത് തന്നെയാണ്. 2 മണിയോടുകൂടിയാണ് രാജ്യസഭയും ബില്ലിന് അംഗീകാരം നൽകുന്നത്. 128 പേർ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 95 പേരാണ് ബില്ലിനെ എതിർത്തത്. ലോക്സഭയിലും 8 മണിക്കൂറാണ് ചർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ഏതാണ്ട് 14 മണിക്കൂറോളം നീളുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ തന്നെയാണ് രാജ്യസഭയിലും ആ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ 8 മണിക്കൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ അത് ഏതാണ്ട് 12 മണിക്കൂറോളം നീളുന്നൊരു പശ്ചാത്തലം തന്നെയാണ് ഉണ്ടായിരുന്നത്. ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്സഭയിൽ ഉള്ളതുപോലുള്ള വാദങ്ങളൊക്കെ തന്നെയാണ് രാജ്യസഭയിലും നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോൺ ബ്രിട്ടാസ്, ഹാരിസ് ബീരാൻ, PP സുനീർ, ശിവദാസൻ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ തന്നെ തള്ളി. ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് തിരുച്ചി ശിവ മുന്നോട്ട് വെച്ച ഭേദഗതിയും വോട്ടിനിട്ട് തള്ളുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകവും ആകാംക്ഷയുമായിരുന്നത് ഈ ഇന്ത്യ സഖ്യത്തിലും ഒപ്പം തന്നെ BJPയുടെ ഘടകകക്ഷിയിലും ഉൾപ്പെടാതെയുള്ള പാർട്ടികൾ ഇവരെടുക്കുന്ന തീരുമാനം എന്താകുമെന്നുള്ളത് തന്നെയായിരുന്നു രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. YSR കോൺഗ്രസും ഒപ്പം തന്നെ BJDയും ഒക്കെ ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ BJDയും ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടിയിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ അവസാനം മനസാക്ഷി വോട്ട് ചെയ്യൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആ പാർട്ടികളും ആ ബില്ലിനെ ശക്തമായി തന്നെ എതിർത്തു. പക്ഷേ ഭൂരിപക്ഷ വോട്ടോടുകൂടിയാണ് ബില്ല് ഇപ്പോൾ രാജ്യസഭയിലും പാസ്സായിരിക്കുന്നത്. ഈ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊരു മുസ്ലിം വിരുദ്ധത ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു കിരൺ റിജിജു ആവർത്തിച്ചിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ആ ചർച്ചകൾ നമ്മൾ കേട്ടിരിക്കുമ്പോൾ അതിൽ വലിയൊരു ആകാംക്ഷ എന്ന രീതിയിലേക്ക് പറയേണ്ടത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ കേരളത്തിലെ MPമാർക്ക് മറുപടിയുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ സമയത്തൊക്കെ തന്നെ ഭരണപക്ഷ MPമാർ വലിയ കയ്യടിയോടുകൂടിയാണ് അവർക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ലോക്സഭയിലെ സമാനമായി മുനമ്പം വിഷയമടക്കം രാജ്യസഭയിലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു, വാദപ്രതിവാദങ്ങൾ നടന്നു. ഇപ്പോൾ ഇതാ രാജ്യസഭയും ബില്ല് കടന്നിരിക്കുന്നു. അപ്പോൾ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ബില്ല് കടന്നിരിക്കുന്നു. വളരെ സൈനിക ക്രിസ്റ്റീന, അടുത്ത കാലത്ത് പാർലമെന്റിനോട് ഏറ്റവും സജീവമായ ചർച്ച രാജ്യസഭയിലും രാത്രി വൈകുവോളം ചർച്ചകൾ പുരോഗമിച്ചു. നമ്മൾ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ആ ചൂടേറിയ വാദം കിങ്ങും കമ്മീഷണറും ഒന്നിച്ചൊരു സ്ക്രീനിൽ വന്നാൽ എങ്ങനെയിരിക്കും അതേപോലെ പെർഫോമൻസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് രാത്രി ജോർജ് കുര്യനും അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ സഞ്ജയ് സിംഗ് ആകെ ജഗമുകയായിരുന്നു. മൊത്തത്തിൽ ജഗമുകയായിരുന്നു. ശക്തമായ ഏറ്റുമുട്ടലാണ്. ജനാധിപത്യത്തിൽ അത് ഗംഭീരമാണ്. മാത്രമല്ല ആ ബില്ല് പാസ്സാവുമെന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തുള്ള ഒരു വോട്ട് പോലും ചോരാതെ കാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ബില്ല് പാസ്സാക്കി എന്ന ആശ്വാസം ഭരണപക്ഷത്തിനുണ്ട്. ഒരു വിൻ അല്ലേ? പക്ഷെ എന്നാലും ആ പറയുന്ന ആശയപരമായ ഒരു ഏറ്റുമുട്ടലുണ്ടല്ലോ, ജനാധിപത്യത്തിന്റെ ഭംഗിയാണ്. ഓഫ് കോഴ്സ്.